ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അങ്ങനെ അലീനയും ബാലചന്ദ്രൻ ഒരു വധുവായി അണിയിച്ചൊരുക്കി തന്റെ കാറിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്. വേറെ എങ്ങോട്ടുമല്ല, അവളെ പുതിയ ജോലി സ്ഥലത്തേക്ക് ആക്കാനാണെന്നാണ് അലീനയോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. തന്റെ സ്വന്തം പിതാവിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞിട്ടില്ല. ആ പറയുന്ന രംഗങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അലീന ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ഗേറ്റിൽ രോഹിത്തും മനുവേട്ടനും കൃഷ്ണജിയും. സിറ്റ് ഔട്ടിൽ തൂണിന്മേൽ പിടിച്ചു നോക്കി നിൽക്കുന്ന ബബിതയെയും അവൾ മിന്നായം പോലെ ഒരു നോക്ക് കണ്ടു. കയ്യിൽ ചുരുട്ടി പിടിച്ചിരുന്ന തൂവാല കൊണ്ട് കണ്ണുകൾ ഒപ്പിയിട്ട് അലീന ബാലചന്ദ്ര മേനോനെ നോക്കി. നമുക്ക് കൊല്ലപ്പള്ളിയിൽ ഒന്ന് കയറാൻ പറ്റുമോ അച്ഛാ? എന്തിന്? മുത്തശ്ശിയെ കണ്ട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. വേണ്ട, അവിടെ ചെന്ന് എന്തിനാ മുഷിയുന്നേ? നിന്നെ അവര് വീട്ടിൽ കയറ്റിയില്ലെങ്കിലോ? തന്നെയുമല്ല, ഈ രൂപത്തിൽ നിന്നെ അവര് കാണാതിരിക്കുന്നതാ നല്ലത്. പൊന്നുകൊണ്ട് മൂടിയാണ് ബാലചന്ദ്ര മേനോൻ വേലക്കാരിയെ പരിചയിച്ചതെന്ന് ദുരർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കും കമലേട്ടത്തി. അതും ശരിയാണെന്ന് അലീനയ്ക്ക് തോന്നി. കാർ ചെറിയൊരു കുലുക്കത്തോടെ നിന്നു. അലീന മയങ്ങിപ്പോയിരുന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചെറിയൊരു ടൗൺ. ഊണ് കഴിച്ചിട്ട് പോകാം. ബാലചന്ദ്ര മേനോൻ സീറ്റ് ബെൽറ്റ് അയച്ചു. രണ്ടുപേരും ഇറങ്ങി. അലീന കടകളുടെ ബോർഡ് നോക്കി. അഞ്ചൽ ഹോട്ടലിന് മുന്നിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ബാലചന്ദ്ര മേനോൻ അലീനയെയും കൂട്ടി ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചു. തിരിച്ചു കാറിൽ കയറിയിരിക്കുമ്പോൾ അലീന ബാലചന്ദ്ര മേനോനെ അർദ്ധഗർഭമായി നോക്കി. നമ്മൾ എങ്ങോട്ടാണെന്ന് അച്ഛൻ ഇതുവരെ പറഞ്ഞില്ല. പറയാം. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു തുടങ്ങി. കുന്നുകൾ, മലയടിവാരങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ, ഇടയ്ക്കൊരു വേള. അലീന ചോദിച്ചു, നമ്മൾ കുളത്തൂപ്പുഴയ്ക്ക് തന്നെയാണല്ലോ? അതെ. സ്റ്റാൻലി ജോസഫ് എന്നു പേരുള്ള അങ്കിളിനെ കാണാൻ. ബാലചന്ദ്ര മേനോൻ പെട്ടെന്ന് മുഖം തിരിച്ച് അലീനയെ നോക്കി. കാർ വളവിലേക്ക് ചെല്ലുകയായിരുന്നു. അച്ഛാ, ബസ്! അലീന വിളിച്ചു പറഞ്ഞു. ഒരു ഞൊടിയിട ബസ്സിലെ ബ്രേക്കുകൾ അലറി. കാർ വെട്ടിത്തിരിഞ്ഞ് മാർജിനിലേക്ക് ഇറങ്ങി. കാറിന്റെ ചില്ലുയർത്തി വെച്ച് AC ഇട്ടിരുന്നതിനാൽ ബസിന്റെ ഡ്രൈവർ തല പുറത്തേക്കിട്ടു. വിളിച്ചു പറഞ്ഞു. തെറി വ്യക്തമായി കേട്ടില്ല. ബാലചന്ദ്ര മേനോൻ കാർ കുറെ കൂടി മുൻപോട്ട് നീക്കിയ ശേഷം തണലുള്ള ഭാഗത്ത് ഒതുക്കിയിട്ടു. മിനറൽ വാട്ടറിന്റെ കുപ്പിയുമായി അയാൾ പുറത്തിറങ്ങി. റോഡിന്റെ വിളുമ്പിൽ കരിങ്കൽ കിട്ടും വീതിയുമുള്ള കല്ലുകളാണ്. കലുങ്കിനരികെ ചെന്നു നിന്ന അച്ഛൻ ഇടവിട്ട് ഓരോ കവിൽ വെള്ളം കുടിക്കുന്നതും നോക്കി അലീന കാറിലിരുന്നു. അച്ഛന്റെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന് അവൾക്ക് തോന്നി. ഇടയ്ക്ക് ബാലചന്ദ്ര മേനോൻ തിരിഞ്ഞു കാറിനു നേർക്ക് നോക്കി. അലീനയെ കൈകാട്ടി വിളിച്ചു. അലീന കാറിൽ നിന്നിറങ്ങി അടുത്തേക്ക് ചെന്നു. അയാൾ മിനറൽ വാട്ടറിന്റെ കുപ്പി അവൾക്ക് കൊടുത്തു. 2 കവിൽ വെള്ളം കുടിച്ച ശേഷം അവൾ അടപ്പിട്ട് കുപ്പി മുറുക്കി അടച്ചു. ബാലചന്ദ്ര മേനോൻ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവിടെ നിന്നാൽ അകലങ്ങളിലെ ഗിരിനിരകളും ഇളം നീല കലർന്ന താഴോരങ്ങളും ഹരിതവനങ്ങളും വിശാലമായ റബ്ബർ തോട്ടങ്ങളും കാണാം. അച്ഛൻ എന്താ ആലോചിക്കുന്നേ? നിന്നോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നാണ് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അലീന, അച്ഛൻ എന്താ ആലോചിക്കുന്നേ? നിന്നോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നാണ് ഒരെത്തും പിടിയും കിട്ടാത്തത്. അലീന ആശ്ചര്യത്തോടെ അയാളെ നോക്കി. സ്റ്റാൻലി ജോസഫിന്റെ കാര്യമാണോ? അതെ. അവിടെ ആരൊക്കെയുണ്ട് അച്ഛാ? എനിക്ക് എന്താ അവിടെ ജോലി? ഒന്നും അച്ഛൻ എന്നോട് പറഞ്ഞില്ല. ഈ സ്റ്റാൻലി ജോസഫ് ഒരു സൈനികനായിരുന്നു. കേണലായിട്ട് റിട്ടയർ ചെയ്തു. ഇത് പറയാനാണോ അച്ഛൻ ഇത്ര ടെൻഷൻ? അല്ല, എനിക്ക് നിന്നോട് പറയാനുള്ളത് വേറൊരു കഥയാ. സ്റ്റാൻലി ആഗ്ര കണ്ടോൺമെന്റിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഒരു പെണ്ണുമായി സ്നേഹത്തിലായി. രണ്ടുപേരും കുറച്ചുകാലം ഒന്നിച്ചു താമസിക്കുകയും ചെയ്തു. പക്ഷേ 2 കൂട്ടരുടെയും കുടുംബക്കാരെ കല്യാണത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് അവർക്ക് പിരിയേണ്ടി വന്നു. പിരിയുമ്പോ ആ പെണ്ണ് പൂർണ്ണ ഗർഭിണിയായിരുന്നു. നെയ്യാറ്റിൻകരയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് അവൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. അവളുടെ വീട്ടുകാർ ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിന് കൈമാറി. അലീന തരിച്ചു നിൽക്കുകയാണ്. അച്ഛൻ എന്താണ് പറഞ്ഞുകൊണ്ടുവരുന്നത്? അവൾ ശ്വാസമടക്കി. ബാലചന്ദ്ര മേനോന് അവളുടെ മുഖത്തു നോക്കാൻ വയ്യ. അയാൾ 2 കൈകളും പാൻസിന്റെ പോക്കറ്റിൽ തിരുകി വിദൂരതയിലേക്ക് നോക്കി. ആ പെണ്ണ് പിന്നീട് വേറൊരു വിവാഹം കഴിച്ചു. സ്റ്റാൻലിയും വിവാഹിതനായി. ഉപേക്ഷിക്കപ്പെട്ട ആ പെൺകുഞ്ഞ് കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിൽ അലീന എന്ന പേരിൽ വളർന്നു. മിടുക്കിയായി. ബാലചന്ദ്ര മേനോൻ പതിയെ അവളുടെ നേർക്ക് മുഖം തിരിച്ചു. മോളെ, നിന്റെ സ്വന്തം അച്ഛന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റാൻലി ജോസഫിന്റെ മകളാണു നീ. അലീനയ്ക്ക് ചലനമില്ല. അവൾക്ക് ചുറ്റും സ്ഥലകാലങ്ങൾ സ്തംഭിച്ചു പോയിരിക്കുന്നു. സർവചരാചരങ്ങളും നിശബ്ദമായിരിക്കുന്നു. അവളുടെ മനസ്സിന്റെ ആകാശങ്ങളിൽ മാത്രം കടുംതുടി മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു വിഷമഘട്ടം തരണം ചെയ്തിരിക്കുന്നു ബാലചന്ദ്ര മേനോൻ.
ഇക്കാര്യം അലീനയുടെ സമക്ഷം എങ്ങനെ അവതരിപ്പിക്കുമെന്നും അറിയാതെ സംഘർഷഭരിതമായ മനസ്സോടെയാണ് അയാൾ ഇതുവരെ കാറോടിച്ചു വന്നത്. പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ലാഘവത്തോടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞിരുന്നു. അയാൾക്ക് ആശ്വാസം തോന്നി. ഇനി സാരമില്ല. ബാലചന്ദ്ര മേനോൻ തിരിഞ്ഞു കാറിന് നേർക്ക് നോക്കി. അലീന നേരത്തെ തന്നെ കാറിനടുത്തേക്ക് തിരിച്ചു പോയിരുന്നു. ഡോർ അടച്ച് ഡാഷ്ബോർഡിന് മീതേക്ക് തല വെച്ച് കിടക്കുന്ന അവളെ അയാൾ അവിടെ നിന്ന് തന്നെ കാണുകയും ചെയ്തിരുന്നു. ബാലചന്ദ്ര മേനോൻ കാറിനരികെ ചെന്നു. ഡോർ തുറന്നു. അലീന ഇപ്പോഴും കമിഴ്ന്നു കിടക്കുകയാണ്. അയാൾ കാറിലേക്ക് ഇരുന്നപ്പോൾ അവൾ ഡാഷ്ബോർഡിൽ നിന്ന് മുഖമുയർത്തി കയ്യിൽ ചുരുട്ടി പിടിച്ചിരുന്ന തൂവാല കൊണ്ട് കണ്ണും കവിളും ഒപ്പി. ഡാഷ്ബോർഡിന് മീതെ നനവുണ്ടെന്ന് ബാലചന്ദ്ര മേനോൻ കണ്ടു. സീറ്റിലേക്ക് ചാരി ഇരുന്നുകൊണ്ട് അലീന വിദൂരതയിലേക്ക് നോട്ടം അയച്ചു. മോളെ, ബാലചന്ദ്ര മേനോൻ വിളിച്ചപ്പോൾ അവൾ മെല്ലെ മുഖം തിരിച്ചു നോക്കി. നീ എന്നോട് ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞുമില്ല. അലീനയുടെ നോട്ടം നിമിഷങ്ങളോളം അയാളുടെ മുഖത്ത് തങ്ങി നിന്നു. അതിൽ സങ്കടമുണ്ടായിരുന്നു, പരാതികളുണ്ടായിരുന്നു, ആശങ്കയും തെളിഞ്ഞിരുന്നു. ആരാണ് പറഞ്ഞത് സ്റ്റാൻലി ജോസഫ് എന്റെ അച്ഛനാണെന്ന്? എങ്ങനെയുള്ള ആളാണ് സ്റ്റാൻലി ജോസഫ്? അദ്ദേഹത്തിന് അറിയാമോ ഞാൻ സ്വന്തം മകളാണെന്ന്? അദ്ദേഹം എന്നെ സ്വീകരിക്കുമോ? എന്നെ സ്നേഹിക്കുമോ? സ്വന്തം മകളായി അംഗീകരിക്കുമോ? ആ വീട്ടിൽ എന്ത് സ്ഥാനമായിരിക്കും എനിക്ക് ലഭിക്കുക? സ്റ്റാൻലി ജോസഫിന് ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ പറ്റി അറിയാമോ? അറിയാമെങ്കിൽ അവരുടെ മനോഭാവം എന്തായിരിക്കും? ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നതും അവിടെ താമസിക്കുന്നതും അവർ ഇഷ്ടപ്പെടുമോ? ഞാൻ നിമിത്തം അവിടെയും കുടുംബ ചിത്രമുണ്ടാകുമോ? ഈ സ്റ്റാൻലി ജോസഫ്, തന്റെ അച്ഛൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാമായിരുന്നുവോ? എങ്കിൽ എന്തുകൊണ്ടാണ് ഇതുവരെയും എന്നെ പറ്റി അന്വേഷിക്കാതിരുന്നത്? ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ അവളുടെ ഹൃദയത്തിൽ അലമാല പോലെ ആർത്തിരമ്പി കൊണ്ടിരുന്നു. ഒടുവിൽ ഇത്ര മാത്രം നിറ കണ്ണുകളോടെ അവൾ പറഞ്ഞു, അച്ഛൻ എന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ, ഒരു സൂചന പോലും തന്നില്ല. അവളുടെ തൊണ്ടയിടറി. ബാലചന്ദ്ര മേനോന്റെ മുഖം വാടി. വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ എന്നൊരവസ്ഥ വന്നപ്പോ ഞാൻ നിന്റെ അച്ഛനെ അന്വേഷിച്ചു കണ്ടുപിടിച്ചില്ലേ? സ്വന്തം അച്ഛനെ കൊണ്ട് തന്നെ മകളെ സ്വീകരിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തില്ലേ? നിനക്ക് വേണ്ടിയാ. നീ സന്തോഷമായിരിക്കാൻ, നീ സുരക്ഷിതയായിരിക്കാൻ ഞാൻ കരുതി നീ ഒരു നല്ല വാക്ക് പറയുമെന്ന്. അലീന വല്ലാതായി. സോറി അച്ഛ. അവൾ ക്ഷമയാചനം നടത്തി. നിനക്കിഷ്ടമല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. സോറി പറഞ്ഞില്ലേ അച്ഛ? അവൾ അയാളുടെ ചുമലിലേക്ക് ശിരസ് ചായച്ചു. നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാ മതി. ബാലചന്ദ്ര മേനോൻ മൃദുവായി അവളുടെ തോളത്ത് തട്ടി സമാധാനിപ്പിച്ചു. അങ്ങനെ അവർ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്കുള്ള യാത്ര പുനരാരംഭിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് ആണെങ്കിൽ തന്റെ മകളെ വരവേൽക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. വീട് വൃത്തിയാക്കുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളും വൃത്തിയാക്കിയിടുന്നുണ്ട്, മകൾക്ക് വേണ്ടതെല്ലാം വാങ്ങി വെക്കുന്നുണ്ട്. എന്തൊക്കെ തന്റെ മകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തതുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി അയാളുടെ മനസ്സ് വിതുമ്പുകയാണ് കേട്ടോ. ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. താങ്ക്